ഭയങ്കര മണം. പോയി മേലൊക്കെ ഒന്ന് കഴുകുന്നേ. എത്ര തെങ്ങ് കയറി ഇറങ്ങിയാന്നറിയാം ഈ കള്ളിന് വേണ്ടി. ഷാപ്പിൽ ഇളക്കാൻ നേരത്തെ എന്ത് പറയും? ഷാപ്പിൽ ഇളക്കാൻ നേരത്തെ ശങ്കരായിട്ടൊരു അബദ്ധം പറ്റിയാന്ന് പറ. ഈ കുടത്തിൽ കൊണ്ടിരുന്ന പലത്തെ എന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിലോ? അപ്പോ തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ. അല്ല, ഈ കള്ള് കുടത്തിലാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കിരത്തരം പറയരുത്. ക്ഷമിക്ക് രാഘവ. ക്ഷമിക്കണ പണിയൊന്നുമില്ല. പോയ കള്ളിന്റെ കാശ് കാശ് എന്റെ ആകെ ഈ 50 രൂപയേ ഉള്ളൂ. അത് വീട്ടു സാമാനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുവന്നതാണ്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാം. പോയിട്ട് ഇത്ര വേഗം വന്നോ? പോയില്ല. പകുതി വഴിയുന്നപ്പോ ഒരു സംശയം. എന്തേ? അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 അതിപ്പോ ഏതായാലും പോരെ. അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാരെ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ. എന്താ? അതെ, പൊട്ടിപ്പോയി. എന്ത്? കുടവേ. ആരുടെ? ആ രാഘവന്റെ ചെറിയ കുടവാ. അതിന് നമുക്കെന്താ? അത് ഇതുണ്ടായിരുന്നു. ഏത്? കല്ല്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കാൻ കണ്ടു. അപ്പൊ ഞാൻ ആ വഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ. അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു. അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു. അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിയോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപയും എടുത്തു. അവൾ അറിയണ്ട. എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്ലേ? നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും. മോളിയല്ലേ, മറ്റേ മറക്കല്ലേ.